പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോയതാണ്. നിങ്ങളവിടെ നിന്ന് പറഞ്ഞ ക്യൂ നോക്കി കാറിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ട്രാം ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം. അല്ലായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി പെട്ടേനെ. ഞാൻ ക്യൂ കാണിച്ചത് എന്തോരം നീളത്തിലുണ്ടെന്ന്. അത്ര വരുത്ത നീളത്തിൽ ക്യൂ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ട്രാമിലായിരുന്നു തിരിച്ച് പോകണതും ട്രാമിൽ. അതുകൊണ്ട് എനിക്ക് ബ്ലോക്ക് വലിയ പ്രശ്നമില്ല. കാരണം നമ്മളങ്ങനെയാണല്ലോ പോകുന്നത്. ഈ ക്യൂ എന്തോരണ്ടോ നിങ്ങളെല്ലാം കാണും. വണ്ടി മേടിച്ചാൽ ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു ബ്ലോക്കിലെങ്ങാനും പെട്ട് കഴിഞ്ഞു, അതായത് മുടക്കായി കഴിഞ്ഞാൽ എല്ലാവന്മാരും കൂടി പ്രാന്തായ പോലെ ഇറങ്ങണം. പ്രാന്തായ പോലെ ഇറങ്ങുമ്പോൾ തന്നെ റോട്ടിൽ 99% ബ്ലോക്ക് പോകും. ബ്ലോക്കായാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഒരു കാര്യവും നടക്കില്ല. ആ കാണുന്ന ബ്ലോക്ക് അപ്പുറത്ത് കാണുമ്പോഴേക്ക് ഏതാണ്ട് എൻ്റെ ഒരു വിശ്വാസം ശരിയായിട്ട് ഒരു 5-6 കിലോമീറ്റർ കിടപ്പുണ്ട് ബ്ലോക്ക്. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ പോയിട്ടാണ് ഇന്ന് വീഡിയോ വരെ അപ്ലോഡ് ചെയ്തത്. കാരണം നെറ്റില്ല, എന്തോ പ്രശ്നം. അപ്പോൾ അവിടെ തൊട്ട് ഈ ബ്ലോക്ക് ഞാൻ കാണുന്നത്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് കൂട്ടുകാരൻ്റെ റൂമിൽ പോയിട്ട് എനിക്ക് എടുക്കാനുള്ള സാധനം എടുത്തു. അത് കഴിഞ്ഞ് ഒരു ആൾക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കാൻ അത്രയും ബ്ലോക്ക്. എന്തോരം ദൂരത്തിലേക്ക് ഈ ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് തന്നെ ബാക്കി കാര്യം കഴിഞ്ഞിട്ടില്ല. ബ്ലോക്ക് അങ്ങനെ കിടക്കുക. ഇപ്പം ഇവിടെ ഒരു ചെറിയ ഡിവിഷനുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡിലേക്കും ബ്ലോക്ക്. ഓക്കെ, അപ്പുറത്തെ പോയിട്ട് കാറുകൾ ബ്ലോക്ക്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഈ സൈഡിലേക്ക്. ബ്ലോക്കിൻ്റെ ഒരു ചാകരപ്പറമ്പാണല്ലോ. അപ്പോൾ ഇവിടെ കാറിന് മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ അതല്ലാതെ എല്ലായിടത്തും ബ്ലോക്കോട് ബ്ലോക്ക്. കൊള്ളാം, നല്ല ഒരു ഇവിടെ ബ്ലോക്കില്ല കേട്ടോ. ആ ക്രോസിങ്ങിൻ്റെ അവിടെ വെച്ച് ബ്ലോക്ക് ചെറിയ രീതിയിൽ കുറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൂപ്പറാണ്. ആ കിടക്കുന്നവരൊക്കെ അവിടെ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ കിടക്കേണ്ടി വരും. എന്തായാലും അവിടെ നമുക്ക് കാറിനകത്തോണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് നമ്മളുടെ സംഭവങ്ങൾ കൂട്ടാൻ്റെ വീട്ടിൽ എടുത്ത സാധനങ്ങൾ കഴിക്കാം. അത് മുന്തിരിയാണ്. കാരണം അവൻ മേടിച്ചപ്പോൾ ബൾക്കായിട്ട് മേടിച്ചു, 5 കിലോ മേടിച്ചു. അവനാണെങ്കിൽ മുന്തിരിക്ക് അത്രയും താല്പര്യമില്ല. അവൻ വൈൻ ഉണ്ടാക്കാന്ന് വെച്ച് മേടിച്ചത്. പക്ഷെ വൈൻ ഉണ്ടാക്കാൻ പറ്റിയ മുന്തിരിങ്ങയല്ല. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു, നമ്മളങ്ങനെ കുടിക്കും. വൈൻ ഉണ്ടാക്കിയിട്ട് വൈൻ ഉണ്ടാക്കിയിട്ടല്ല, ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. അതിൻ്റെ മിക്സ് ചെയ്യില്ല. ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് മുളകം എന്ന് പറഞ്ഞ് കുടിക്കും. ഒരു കവർ നിറച്ചുണ്ട്. എൻ്റെ ഒരു ഭാഗ്യം, അല്ലാതെ എന്ത് പറയാ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ജോലിക്ക് പോകുന്നു. എൻ്റെ ഭാഗ്യമോ അവരുടെ ഭാഗ്യമോ ആരുടെയോ ഭാഗ്യം, ഇന്ന് കമ്പനി തുറന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി ഉണ്ടായിരുന്നില്ല. നല്ല കാര്യം. അതുകൊണ്ട് എനിക്കും ഹാപ്പി. ഇത്രയും നേരം കിടന്നുറങ്ങി ഇതിപ്പോൾ എനിക്ക് ഇവരുടെ അവിടെ പോയി യൂണിവേഴ്സിറ്റി പോയി ശാന്തസ്വരൂപമായ ദിവസം. പക്ഷെ നാളെ ജോലിയുണ്ട്, മറ്റന്നാൾ ജോലിയുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ജോലിക്കാര്യം അങ്ങനെയായിട്ട് കിട്ടി, സന്തോഷം. എനിക്കും അവർക്കും സന്തോഷമായിരിക്കും. കാരണം ഞാൻ ജോലി ചെയ്ത് എനിക്ക് കാശ് തരേണ്ടി വരുമല്ലോ. ഇന്നിപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സന്തോഷം. കാരണം ഞാൻ അവൈലബിലിറ്റി കൊടുത്തു പോയല്ലോ എന്ന് വെച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം മ്യൂച്വലി ഹാപ്പിയാണ്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് യൂറോപ്പിലൊക്കെ ഒരു പബ്ലിക് ഹോളിഡേ ഉള്ള ദിവസം പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതായത് റോഡിലുള്ളതല്ല, റെയിലിലുള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. അവർക്ക് അത്രയും പ്രശ്നമില്ല ഈ ട്രാഫിക് കാരണമുള്ള. റോട്ടിലാണെങ്കിലുണ്ടല്ലോ എല്ലാ യൂറോപ്യൻസും ഇറങ്ങും. എങ്ങോട്ടെങ്കിലും പോയി പിക്നിക് അടിക്കാൻ എന്തെങ്കിലും അടിക്കാൻ ഇറങ്ങും. അതുകൊണ്ട് റോട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങി കിട്ടണമെങ്കിൽ നല്ല ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആ ബ്ലോക്ക് കണ്ടതല്ലേ. ഇവിടെ ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം ഞാനവിടെ ട്രാം കാത്തൊരു 5 മിനിറ്റ് നിന്നപ്പോൾ അവിടെ ഒരു അനക്കം പോലും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. അതായത് വണ്ടി എടുത്തോ, പക്ഷേ പബ്ലിക് ഹോളിഡേ ഉള്ള ദിവസമൊക്കെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ബ്ലോക്കിലൊക്കെ പെട്ടങ്ങോട്ട് പോകും. അത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ പോയിട്ട് മുന്തിരിയൊക്കെ ഷാപ്പാടാക്കിയിട്ട് വൈകുന്നേരം പറ്റിയ സെൻറ്ററിലേക്കൊക്കെ ഒന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയാൻ പാടില്ല, ലെറ്റ് സി. വരുന്നത് പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നതായിരിക്കും. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി ഗൈസ്, എന്ത് ചെയ്യാനാ. അതായത് നെറ്റ് വേണം എനിക്ക്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 10-20 GB നെറ്റ് വേണം മിനിമം. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ നെറ്റ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ച് ഇപ്പോൾ എടുത്ത് ഞാൻ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഇനിയും കിട്ടാനുണ്ട് 3-4 GB. എൻ്റെ ഫോണിലുണ്ട്, പക്ഷേ അത് വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും കയറി തീരൂല. ഫോണും വെറുതെ ഹീറ്റ് ആവുകയുള്ളൂ. കയ്യിലും ഭേദം വരിക. കൂട്ടുകാരൻ്റെ ഒരു വീട് കൂടി ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോയിട്ട് വൈഫൈ അങ്ങോട്ട് പിഴിയാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാക്കി വെച്ചോ, അല്ലേ തേഞ്ഞൊട്ടും.
ജോലി ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ജോലി സ്ഥലത്ത് പിഴിയാമല്ലോ. അവിടെ മുട്ടുക്കത്ത സ്പീഡൊന്ന് ഓണാക്കി വെച്ചാൽ തീർന്നു, അത്രയും സ്പീഡാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എൻ്റെ ബോഡിക്ക് കിട്ടി, നെഗറ്റീവ് സോഷ്യൽ മീഡിയയ്ക്ക് കിട്ടി. അതൊരു അർത്ഥത്തിൽ നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ, കൂട്ടുകാരൻ താമസിക്കുന്നത് ഇവിടെ, ഞാൻ താമസിക്കുന്നത് ഈ വലിയ ബിൽഡിങ്ങിൽ. കിട്ടില്ല ക്ലൈമറ്റാണ് ഉള്ള കാര്യം പറയുക. ഇനിയിപ്പോൾ വിൻ്റർ ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ശരി, അങ്ങനെ അവസാനം നാളത്തെ പരിപാടികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. കൂട്ടുകാരന് പറ്റി, അവൻ വൈഫൈ തന്നു, ഞാൻ ഹാപ്പി. എൻ്റെ വീഡിയോ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവനെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ, അവനും ഒരു ഇൻഫ്ലുവൻസറാണ്. പണിയെടുത്തുകൊണ്ടിരിക്കുന്നു പ്ലസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആണ് രാജ്. ജസ്റ്റ് ഗിവ് എ ഹായ്. ഹലോ. അപ്പോൾ ഇവൻ്റെ വീഡിയോസ് പിന്നീട് വരുന്നതായിരിക്കും. ഡു യു വാണ്ട് ടു സേ ഹായ്? യെസ്, പ്ലീസ് കം ഹിയർ. ഐ ഡോണ്ട് വാണ്ട് ടു ഷോ യുവർ കിച്ചൺ. ഇവരുടെ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. ഇവർ പിന്നെ വരും. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽസ് ഞാൻ ഇവരുടെ പറയുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് വരും. ഒരു എങ്ങനെ കണ്ടുമുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഞാൻ ഇന്ന് നെറ്റ് വിറ്റി എൻ്റെ കാര്യങ്ങൾ നടന്നു. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഫോർ യു ഗൈസ്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോട്ടെ. ഓക്കെ ബൈ. ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്കോടെ ഈവനിങ് വാക്കിന് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ച കണ്ടു. അതായത് ഈ കാണുന്നതാണ് കേട്ടോ ആ കാഴ്ച. നല്ല രസമല്ലേ? കൂടെ നടന്നു, കണ്ടപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. സമ്മറിൻ്റെ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ല രസമായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോ ബെഡ്ഷീറ്റും ഓരോ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ചെറിയ പിക്നിക് സെറ്റപ്പൊക്കെ ആയിട്ട് ഇറങ്ങും. നമ്മളും ഇറങ്ങും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം അതൊരു സെറ്റ് പരിപാടിയാണ്. നമ്മളൊരു 2-3 കൂട്ടുകാരെ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ കൊണ്ടങ്ങോട്ട് പോവുക. എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക, എന്നിട്ട് പോവുക, ഇരിക്കുക, കുറേ നേരം ഈ ചൂടത്തങ്ങോട്ട് കിടക്കുക. ഒരു പ്രത്യേക സുഖം. അവിടെ ഒരു പാപ്പം വെള്ളം ആളുടെ വഞ്ചിയും കൊണ്ട് പോകണം. ഇതും ഇവിടുത്തെ ഓരോരുത്തരുടെ ലഹരി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങോട്ട് നടക്കട്ടെ. നടന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് വിശ്രമിക്കാൻ വൈകുന്നേരം. ദിവസം തീരാറായി, പക്ഷെ എങ്ങനെ വെറുതെ ഇങ്ങോട്ട് തീർക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കഴിഞ്ഞ ദിവസം പോയ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിച്ചിട്ട് ഇന്നത്തെ വിശ്രമ ദിവസം അവസാനിപ്പിക്കാമെന്ന് വെച്ചു. പങ്കടേക്കുള്ള പോക്കിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടിലൻ ദിവസമായിരുന്നു. തിന്ന് കുടിച്ച് തീർത്തു. ആഹാ സന്തോഷം. നടന്നു കൂട്ടാൻ ഇടയിൽ, സോറി അത് പറയാൻ വിട്ടുപോയി. ഇനി അതും കൂടി തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി പരിപാടികൾ നാളെ. കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ വയ്യായികേനെ കുറിച്ചിട്ട്. അതെവിടെ പോയിന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണോ എന്തുകൊണ്ടോ സാധനം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയൊരു 10-5% ബാക്കിയുള്ളൂ. ഇത്തവണ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, ആകെപ്പാടെ കഴിച്ചത് നമ്മുടെ ആ ലേഹ്യമാണ്. എന്തോ ആരുടെയോ ഭാഗ്യം, സാധനം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ വയ്യാണ്ട് നമ്മൾ വളരെ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു സാധനമുണ്ട്. എന്താണ് നിങ്ങൾക്കറിയോ? എനിക്ക് പൊതുവേ വരുന്ന സാധനമാണ് ഹോം സിക്നെസ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഇതേ സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു 5-6 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാൻ ആൾ, അല്ലെങ്കിൽ കഞ്ഞെടുത്തരാൻ ആൾ, എല്ലാത്തിനും ആൾ. നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇട്ടാൻ വരുമല്ലോ, എല്ലാത്തിനും നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവും. പക്ഷേ വിദേശത്താണെങ്കിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ട്രാവലിൽ കയറേണ്ട ഒരു അവസ്ഥ. പക്ഷേ അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ എല്ലാവരും കൂടി തള്ളി നീക്കേണ്ടി വരും. നീക്കും, അതാണല്ലോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ സത്യം. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് തള്ളി അങ്ങോട്ട് നീക്കുക. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പൊക്കെ വയ്യാണ്ടായിട്ടുണ്ടോ അപ്പൊക്കെ വരും. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മയോ അപ്പനോ ചേട്ടനോ. ചേട്ടൻ്റെ ഒരു കാര്യമൊന്നുമില്ല, ചേട്ടൻ നമ്മളെ ട്രോളി കളിക്കും. അപ്പനോ അമ്മയോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. ആശുപത്രി കൊണ്ടുപോയിക്കോളും, മരുന്ന് കിട്ടിക്കോളും, ചിലവ് നോക്കണ്ട. അയ്യോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് വിധിയുടെ വിളയാട്ടം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മണക്കാൻ കയറ്റട്ടെ. ഓക്കെ ബൈ. റെസ്റ്റോറൻറ്റിലേക്ക് എത്തി, ഫുഡും വന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കഴിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇനി ബാക്കിയുള്ളത്. ബട്ടർ ചിക്കൻ, റൈസ്, പിന്നെ എൻ്റെ കൂടെയുള്ള വ്യക്തി താലി പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ കറികളുണ്ട്. ഈ പച്ച കളർ ഇത് വെജിറ്റേറിയൻ ആണോ? എന്തിനോടെ ഞാൻ ബുക്ക് ചെയ്തത് ബട്ടർ ചിക്കനും അതേപോലെ റൈസും. എടാ മോനെ, സൂപ്പർ. ഇതിന് 40 സ്ലോട്ടി പ്ലേറ്റ്,
ഇത് 60 സ്ലോട്ടി പ്ലേറ്റ്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലും എല്ലാവരും എല്ലാം കഴിക്കും കൂട്ടി കുഴച്ചിട്ട്. അതിൻ്റെ കൂടെ റോസ്മേരി വാട്ടർ. ഇതെല്ലാവരും കൂടി കഴിച്ച് കഴിഞ്ഞാൽ, അല്ല റോസ്മേരി വാട്ടർ അല്ലല്ലോ, പക്ഷേ എന്തോ ഒരു ലെമണേഡ്, മറ്റേ റോസ് ലീഫ് എന്തോ കയ്യിൽ നിന്ന് മനസ്സിലായി, എന്നാലും എന്തോ ഒരു ലെമണേഡ്. ഇതൊക്കെ കൂടിയാണ് നമ്മളിത് കഴിക്കാൻ പോണേ. ശുഭം. അപ്പോൾ മൈൻഡ് സെറ്റാവും, ഹാർട്ടും സെറ്റാവും, ഒക്കെ സെറ്റാവും. നാളത്തേക്ക് നല്ല രീതിയിൽ പോയി ജോലിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തീർക്കട്ടെ. കഴിഞ്ഞു. ഓഫ്, യുദ്ധം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇപ്പോൾ പെറുന്നതിൻ്റെ വയറൊക്കെ ഇതൊക്കെ നല്ല ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നു. അറിയുന്നില്ലല്ലോ, നീ ബൈ ബൈ പറഞ്ഞു. ആകാശ് ബൈ. ഓക്കെ, നമ്മൾ പോവുകയാണ്. അന്ന് ഞാൻ പോകുന്നില്ല, ഞാൻ ഈ റെസ്റ്റോറൻറ്റിലെ എക്സ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും എനിക്കറിയാം. അപ്പം ഞാൻ കൈ കാണിച്ച് ബൈ ബൈ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയല്ല പ്രോപ്പർ ബൈ ബൈ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങോട്ടേ പോയി. എങ്ങനെയാണ്? പക്ഷെ സത്യം പറയാലോ, സത്യങ്ങൾ കുറച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ പറയാം. സത്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ബൈ ബൈ പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ ആളോട് ജോലി ചെയ്തപ്പോൾ ആൾ പറഞ്ഞ് ചെക്ക് ചെയ്തിരുന്നു. സത്യം പറയാലോ, ഇപ്പോൾ എനിക്ക് വേറെ നല്ല ജോലി ഉള്ളതിൻ്റെ പേരിൽ എന്തോ ആൾക്ക് നല്ല മര്യാദ എന്നോട് വെച്ചു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായ സത്യം. ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. സമയം എന്ന് പറയുന്നത് 9 മണി ആവാറായിട്ടുണ്ട്. നമുക്കൊരു 1 മണിക്കൂറിൽ ചെരിയണം. എന്നാലാണ് നാളെ കാലത്തെ കാര്യങ്ങൾ ശുഭമാകൂ. കാരണം നാളെ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നാണ് മെയിലുകളിൽ പറയുന്നത്. ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു, കുപ്പിച്ചില് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഓരോരോ നാരങ്ങ കുപ്പി കുടിച്ചിട്ടേക്കുന്നുണ്ട് അവിടെ. കാലുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യമാണ് ഗോപിയാവുക. എന്തെങ്കിലും ആവട്ടെ, ഇനി തിരിച്ച് വീട്ടിൽ പോകണം. ബാക്കി പരിപാടികൾ. കിടന്നുറങ്ങുന്നു. അയ്യോ അയ്യോ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വൈഫൈ ഇല്ലാത്ത. എന്തെങ്കിലും ആവട്ടെ, പ്രശ്നങ്ങൾ വരും പോകും, നമ്മളെല്ലാം പരിഹരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു നീക്കുപോക്ക്. ശുഭദിനം. ബൈ.